നമസ്കാരം. നമ്മളെ കബളിപ്പിക്കുന്ന കഥ പറയുന്ന ഒരു കപ്പൽ ഇന്നലെ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. സെയിലിംഗ് ആരംഭിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സെയിലിംഗ് കമ്പനി പറഞ്ഞ ഒരു കപ്പൽ ചൈനയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കൊച്ചിയിലോട്ട് വരേണ്ട കപ്പലാണ്. ഏകദേശം 26 ദിവസം എടുക്കുമെന്ന് അന്ന് പറഞ്ഞത് അതിപ്പോൾ 28 30 ആയാലും എത്തുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടി രാവിലെ തന്നെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. പക്ഷേ അടുക്കേണ്ട കൊച്ചി തുറമുഖം കപ്പൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കപ്പൽ നേരെ മുംബൈക്ക് പോവുകയാണ്. ചൈനയിൽ നിന്ന് 4-5 പോർട്ട് കഴിഞ്ഞു. ചൈന, നിങ്ബോ, അത് കഴിഞ്ഞ് പോർട്ട് ക്ലാങ് കഴിഞ്ഞ് കൊച്ചിയിലോട്ട് വരണമെന്ന്. അതിനിടയ്ക്ക് നാൻഷ, അത് കഴിഞ്ഞ് കൊച്ചിയിലാണ് വരുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ കപ്പല് നേരെ പോകുന്നത് മുംബൈയിലെ നവശേവ പോർട്ടിലോട്ടാണ്, JNPT. പിന്നെ എന്നാണ് അവിടെ പോയി അവിടെ നിന്ന് ഇറക്കി വെച്ചിട്ട് വേറെ കപ്പലിലാണോ ഇനി കപ്പൽ തിരിച്ചു വരുന്ന വഴിക്കാണോ ഈ സാധനം? കാരണം തലസ്ഥാനത്തിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഒരു സ്വപ്നമാണ് അതിനകത്തിരിക്കുന്ന കണ്ടെയ്നർ. നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു, കൊച്ചിയിൽ ഇറക്കുന്നില്ല, മുംബൈയിൽ പോകുന്നു. മുംബൈയിൽ നിന്ന് അതിന്റെ ഭാവി എന്താണെന്ന് ഒരാൾക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. കൊച്ചിയിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കപ്പൽ നേരെ മുംബൈ പോവാണ്, ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതേ സമയത്ത് തന്നെ ഡൽഹിയിലിരിക്കുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അവിടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു പോർട്ട് തുടങ്ങിയിട്ടുണ്ട്, വളരെയധികം പ്രയോജനം ചെയ്യും, അതുകൊണ്ട് അതിന് വേണ്ട പരിഗണന നൽകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ വരി ഇങ്ങനെയാണ്: മെനി ഇൻ ഡൽഹി സേസ് റിഡക്ഷൻ ഓഫ് 6-7 days ടു ലോസ് ഏഞ്ചൽസ് ഓർ സാൻ ഫ്രാൻസിസ്കോ ഈസ് നോട്ട് സിഗ്നിഫിക്കന്റ് as it takes money and time to bring it to TRV from Uttar Pradesh or Punjab. 7-8 ദിവസത്തിന്റെ ലാഭം അല്ല, 6-7 ദിവസത്തിന്റെ ലാഭപ്പെടുത്തൽ മാത്രമേ TRV ചെയ്തു കൊടുക്കുന്നുള്ളൂ. അതിനുവേണ്ടി ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും കണ്ടെയ്നർ TRVയിൽ എത്തിക്കുമ്പോൾ ആ ദിവസങ്ങൾ മാറിക്കിട്ടും. അതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഇല്ലെന്നാണ് ഡൽഹിയിലിരിക്കുന്ന നയ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ ബോധ്യം. ഇങ്ങനെയൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് ഈ കാര്യമൊക്കെ അറിയാം. എനിക്ക് മെസ്സേജ് തന്ന മുതിർന്ന ഉദ്യോഗസ്ഥന് ഈ കാര്യമൊക്കെ അറിയാം. ഒരു ഉദാഹരണം ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം സെയിലിംഗ് കമന്ററിയും പറഞ്ഞു, ന്യൂസ് റെട്ടറിലും പറഞ്ഞു. നമ്മുടെ അമേരിക്കയിൽ നിന്ന്, നോർഫോക്കിൽ നിന്ന് 78-ാം ദിവസമാണ് കൊച്ചിയിൽ കണ്ടെയ്നർ എത്തിയത്. 78-ാം ദിവസം. ഇവിടെ 76-ാം ദിവസം, ക്ഷമിക്കണം, 76-ാം ദിവസം, 2 ദിവസം കുറവാണ്, 76. ഇവിടെ 28 ദിവസം. നോർഫോക്ക് TRV 28 ദിവസം. അപ്പോ 48 ദിവസമാണ് ലാഭിച്ചു കൊടുക്കുന്നത്. 48 ദിവസം ലാഭിച്ചു കൊടുക്കുന്ന ഈ പ്രവർത്തനത്തെയാണ് ഡൽഹിയിലിരിക്കുന്ന മഹാന്മാർ പറയുന്നത് 6-7 ദിവസം ലാഭിച്ചു കൊടുക്കും. അപ്പൊ ഈ 48 ദിവസത്തിൽ അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഗുഡ്സ് ഈ കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉത്തർപ്രദേശിൽ നിന്ന് പരമാവധി 5 ദിവസം കൊണ്ട് TRVയിലോട്ട് കണ്ടെയ്നർ എത്തിക്കും. 5 ദിവസം കൊണ്ട് എത്തിച്ചാൽ അപ്പോഴും 43 ദിവസം ലാഭമാണ്. അമേരിക്കയിലോട്ട് പോകുന്ന ഒരു ട്രിപ്പിൽ 43 ദിവസം ഇന്ത്യയിലെ വ്യാപാരികൾക്കും കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ലാഭപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഈ കാര്യം ആരാണ് ഈ ഡൽഹിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഡൽഹിയിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും? ഇനി ഡൽഹി പോട്ടെ, ഇവിടെ ഇരിക്കുന്ന സെക്രട്ടറിയിൽ ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യമുണ്ടോ? ഡൽഹിയിലിരിക്കുന്നവരൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു മറുപടിയെങ്കിലും പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരൊരു മഹാൻ കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ സംസാരിക്കുന്ന കേട്ടു. ഈ പ്രോജക്റ്റ് പൊളിക്കാൻ നടന്നയാളാണ് വന്നിരുന്ന് വലിയ വാക്യങ്ങൾ, ഇപ്പൊ വിഴിഞ്ഞം എന്റെ റെക്കോർഡെല്ലാം ഭേദിച്ചു എന്നൊക്കെ പറയുന്ന നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പദ്ധതി പൊളിക്കാൻ നടന്നയാളല്ലേ? അങ്ങനെയുള്ള ആൾ ഇപ്പൊ വന്നിരുന്ന് വീമ്പ് പറയുന്നതിൽ എന്താണ് കാര്യം? ഇതാണ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്ന വിഭാഗം. ഡൽഹിയിലിരുന്ന് കപ്പൽ മന്ത്രാലയത്തിന്റെ മുകളിലിരുന്ന് നിയന്ത്രിച്ച ആളാണ്. ഇവരുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ഇരുന്നുകൊണ്ട് 48 ദിവസം ലാഭിച്ചു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിനെ 6-7 ദിവസം എന്ന് പറയുന്നത്.
രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ട്രെയിനിൽ കയറ്റി വിടുക, പോർട്ടിൽ കണക്ടിവിറ്റി വരുമ്പോൾ 5-ാം ദിവസം ഇവിടെ എത്തും. തുഗ്ലക്കാബാദിൽ നിന്ന് ഇവിടെ എത്തും. ഇനി അതൊരു കോസ്റ്റൽ ഷിപ്പിങ്ങിലോട്ട് കയറ്റി വിടുക. ഇന്ത്യയിലെ കമ്പനികളാണെങ്കിൽ ഒരു കോസ്റ്റൽ ഷിപ്പിങ്ങിലോട്ട് കയറ്റി വിട്ടാൽ 4-5 ദിവസത്തിനകം TRVയിൽ എത്തും. അപ്പോഴും കുറഞ്ഞത് 40 ദിവസം ലാഭിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് TRV എന്നുള്ള വിവരം നമ്മൾ തന്നെ മൈക്ക് വെച്ച് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ഈ ഡൽഹിയിലെ ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് മറുപടിയായി ന്യൂസ് ലെറ്ററിൽ അല്പം വിശദമായിട്ടൊരു ലേഖനം എഴുതി. അതിനകത്ത് ഒരു ഇൻറ്റ്യൂഷൻ പോലെ ഞാൻ എഴുതിയത്, ഈ 76 ദിവസം കൊണ്ടൊരു ചരക്ക് ഇങ്ങോട്ട് വരികയോ അങ്ങോട്ട് പോവുകയോ ചെയ്യുമ്പോൾ ഒരു ബിസിനസ് സൈക്കിൾ 76-ാം ദിവസമേ വീണ്ടും ആരംഭിക്കുള്ളൂ. അതായത് ഇവിടെ നിന്ന് ഒരു സാധനം നമ്മൾ അമേരിക്കയിലിരിക്കുന്ന ഇമ്പോർട്ടറിന് കയറ്റി അയച്ചു. ആ സാധനം അവിടെ കിട്ടിക്കഴിയുമ്പോഴാണ് അവരടുത്തത് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് 76 ദിവസം എടുക്കും. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ 76 ദിവസം എടുക്കും. TRVയിൽ നിന്നാണെങ്കിലോ അത് 28 ദിവസത്തിലൊരിക്കൽ ഒരു ബിസിനസ്, ഒരു ഓർഡർ കൂടുതൽ കിട്ടും 28 ദിവസത്തിലൊരിക്കൽ. അപ്പൊ ഏതാണ് മെച്ചപ്പെട്ട സാഹചര്യം? അങ്ങനെ പറഞ്ഞ ആ ആർട്ടിക്കിൾ എഴുതി കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ വഴി ന്യൂസിലൻഡിലോട്ടും റൊമേനിയയിലോട്ടും ഒക്കെ സാധനം അയക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വരി ഇങ്ങനെയാണ്: ഫോർ റൊമേനിയ ദ ടേൺ അറൌണ്ട് ടൈം ഇസ് 50 days. സോ ഗെറ്റിംഗ് ആൻ ഓർഡർ ഇൻ 50 days won't work. ന്യൂസ് ലെറ്ററിൽ എഴുതി കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ വരി വരുന്നത്. അദ്ദേഹം സാധനം കയറ്റി അയച്ചത് 50-ാം ദിവസമാണ് റൊമേനിയയിൽ എത്തിയത്. അത് എത്തിക്കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് അടുത്ത ഓർഡർ കിട്ടിയത്. അപ്പൊ 50 ദിവസത്തിന് ഒരിക്കൽ ഒരു ഓർഡർ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനം, ജീവനക്കാർ, റോ മെറ്റീരിയൽ ഇതിന്റെയൊക്കെ പ്രവർത്തനത്തിന് സഹായകരമല്ല. അതുകൊണ്ട് അദ്ദേഹം വേറെ എവിടെന്നെങ്കിലും കൂടി ഇതിനിടയ്ക്ക് ഓർഡർ ലഭിക്കുന്നതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലെ കയറ്റുമതിക്കാർ ബിസിനസ്സുകാർക്ക് നൽകുന്ന സേവനം, മഹത്തായ സേവനം എന്താണെന്ന് മനസ്സിലായോ? അവരുടെ ബിസിനസ് സൈക്കിൾ ഇന്ന് 78 ദിവസവും 50 ദിവസവും കൊണ്ട് താമസിക്കുന്ന ബിസിനസ് സൈക്കിൾ 26 ദിവസവും 28 ദിവസവുമാക്കി ചുരുക്കി കൊടുത്തുകൊണ്ട് വ്യാപാരം, കയറ്റുമതിയുടെ ഫ്രീക്വൻസി കൂട്ടിക്കൊടുക്കുന്നതാണ് TRV എന്നുള്ള വിവരം നമ്മൾ മാത്രമേ പറയൂ, വേറെ ആരും പറയില്ല എന്നുള്ളതാണ് ഇന്നത്തെ സത്യം. അതുകൊണ്ട് നമുക്ക് വളരെ ഉച്ചത്തിൽ, പരമാവധി ശബ്ദത്തിൽ നമ്മുടെ ഈ മെച്ചം, നമ്മുടെ നേട്ടം, നമ്മുടെ മാത്രം ഈ നേട്ടം ഇന്ത്യയോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാം. അടുത്തത് 2 കുഞ്ഞ് വാർത്തകളാണ്. ഒന്ന്, നമ്മുടെ പോർട്ടിലേക്ക് KSRTCയുടെ ഒരു ഡയറക്റ്റ് ബസ് സർവീസ് പോർട്ടിന്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. യാത്ര തുടങ്ങിയിട്ടുണ്ട്. അവിടെ വന്ന് തിരിച്ച് കറങ്ങി തിരിച്ച് സിറ്റി എന്ന് പറഞ്ഞാൽ പോർട്ട് കാണാനുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് ചിലപ്പോൾ അവർക്ക് കിട്ടിക്കാണും. എന്തായാലും ഒരു സർവീസ് KSRTC തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആന വന്നപ്പോൾ ആനയെ തേടി ഒരു ആമയും വന്നു. ഹാർബറിനുള്ളിൽ ഒരു ചലിക്കുന്ന എന്തോ ഒരു സാധനം കണ്ടിട്ട് നമ്മുടെ മൂറിംഗ് ടീമിൽപ്പെട്ട സുഹൃത്തുക്കൾ, ചങ്ങാതിമാർ അത് കരയിലെത്തിച്ചപ്പോൾ അതിനകത്തൊരു കുഞ്ഞ് ആമയാണ്. അതിനെ അവർ വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്ത് എടുത്ത് തിരിച്ച് വെള്ളത്തിൽ തന്നെ വിട്ടുകൊടുത്തു. അപ്പൊ പോർട്ട് മത്സ്യങ്ങളെ ഉപദ്രവിക്കുന്നില്ല, സമുദ്ര ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്നില്ല, പരമാവധി സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ആമക്കഥയും ആനക്കഥയും നമുക്ക് ഒരേ ദിവസം കണ്ട് വായിച്ച് ആസ്വദിക്കാം.